കാണുന്നത് ലൈവ് ഇതാ അടക്കം ഇത്തരത്തിൽ പോകണമെങ്കിൽ ഇത്രയും ദൂരം പോകണമെങ്കിൽ അതുകൊണ്ട് പാലക്കാട് ഹൈവേ ആരെയില്ല റെയിൽവേ സ്റ്റേഷൻ മാത്രമാണ്. കൂടുതൽ ഊട്ടി ഭാഗത്തുനിന്നുള്ള ആളുകളൊക്കെ ഈ നിലമ്പൂർ പറഞ്ഞ റെയിൽവേയിൽ യാത്ര ചെയ്തിട്ടാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഇവിടെ വഴി എൻട്രൻസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ പാലക്കാട് കോഴിക്കോട് സംസ്ഥാന ഭാഗത്ത് കണ്ടുപോകുന്നത് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് പാതയിൽ നിന്ന് ദൂരിൻ്റെ നഗര മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാന ദേശീയ പാത, ഒരു സംസ്ഥാന പാതയാണ് SH-739. ഈ പാതയിൽ നിന്ന് നമ്മുടെ ദേശീയ പാതയിലേക്ക് നിർബന്ധമാണ്. നമ്മുടെ റൈറ്റാണ് ആഫ്റ്റർ ക്രൈറ്റീരിയ നമുക്ക് റെയിൽവേ സ്റ്റേഷനുണ്ട്, അതോടൊപ്പം ഈ സംസ്ഥാന പാതയുണ്ട്. ഈ സംസ്ഥാന പാതയിലേക്ക് നിർബന്ധമായി നമുക്ക് കിട്ടേണ്ടതായത് ഗൂഗിൾ മാപ്പിൽ കാണുന്നില്ലാതെ ഒറ്റ കാരണം കൊണ്ട് നമുക്ക് നിഷേധിക്കപ്പെടും. ഞങ്ങൾ പാലക്കാടല്ലേ കേട്ടോ കാണുന്നില്ലേ വേറെ ടീമുണ്ടല്ലേ. ഇവിടെ നമ്മൾ പ്രിയങ്കരായ MP-യും MLA-യും ഗ്രാമപഞ്ചായത്തും ഗ്രാമത്തിലെ മെമ്പർമാരും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിരിക്കും. ഒരു മാരോട് കോർത്ത മുത്തുകൾ പോലെ ഒന്നായി നിന്നുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു 1000-ലധികം സന്നദ്ധ പ്രവർത്തകർ അണിനിരക്കുന്ന നിരന്തരം പ്രവർത്തിക്കുന്ന ജാഗ്രത പുലർത്തുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ എന്നും ഇതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഏതറ്റം വരെ പോകണം അതുവരെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിൽ നമ്മുടെ റൈറ്റ് നിർബന്ധമായി നമ്മൾക്ക് കിട്ടിയിരിക്കണം. അത് ഞങ്ങളുടെ അവകാശമാണ്, അത് കിട്ടും. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ പാർട്ടിക്കാരുമുണ്ട്, പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങളുണ്ട്. പഞ്ചായത്ത് തന്നെ ഈ വിഷയത്തിൽ പ്രമേയം പാസാക്കിയിരുന്നു. MLA-യും MP-യും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ഇടപെടൽ നടത്തിയ പരിഹാരം വേണം. അതിനൊരു പരിഹാരം കാണുന്ന ആവശ്യം അവർ ശക്തമായി രാഷ്ട്രീയ കക്ഷി ഭേദമായി തന്നെ ഐക്യത്തോടെ നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധമായി രംഗത്തെത്തുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം.